ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്ത്യൻ മാക്ഡ്രൈങ് 3D ഗെയിമിലെ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ് ഇല്ലേ, അതൊരു വെറൈറ്റി അപ്ഡേറ്റാ. കുറെ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗെയിമിലെ അയൺമാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അയൺമാന് പക്ഷേ പണ്ട് പവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം പവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ആ പവേഴ്സ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപേ അയൺമാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അയൺമാൻ്റെ മോഡില്ലേ, അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം. വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. അതിൽ അയൺമാൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് ആ മോഡ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ ഗെയിം ഓപ്പൺ ആക്കുക. ഗെയിം ഓപ്പൺ ആക്കിയിട്ട് RGSmin കൊടുക്കുക, ലോഡ് അമർത്തുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡില്ലേ അത് സെലക്ട് ചെയ്യുക. അന്നേരം സൈഡിൽ ഡണ്ണെന്ന് കാണിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ പിന്നെ മിഷനൊക്കെ വന്നിട്ട് കേട്ടാ. ഈ മിഷൻസൊക്കെ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഗെയിം അങ്ങനെ ലോഡായി. നമ്മളങ്ങനെ അയൺമാനായിട്ട് മാറിയേക്കുക. നമുക്ക് പക്ഷേ ഇപ്പോഴും പവേഴ്സ് ഒന്നും കിട്ടിയില്ല കേട്ടാ. ഈ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനേ നമുക്ക് ചീറ്റ് കോഡ് അടിക്കണം. അതിന് ഡയലർ എടുക്കുക, എന്നിട്ട് ആഷ് അടിക്കുക. ആഷാണ് സൂപ്പർ പവേഴ്സിൻ്റെ ചീറ്റ് കോഡ്. ഇനി ആ പഞ്ചിൻ്റെ ബട്ടൺ അമർത്തുക. അന്നേരം നമ്മുടെ സൂപ്പർ പവേഴ്സൊക്കെ ആക്ടിവേറ്റ് ആവും. ഇതാണ് അയൺമാൻ്റെ പവേഴ്സ്. ഈ ഒരു പവർ മാത്രമേ അയൺമാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു മിസൈൽ വിടുന്ന പവർ മാത്രമുള്ളൂ. പിന്നെ ഈ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാനേ നമുക്ക് അയൺമാൻ ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടാ. നമുക്ക് ഏത് ക്യാരക്ടറിലായാലും ഈ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആഷ് അടിച്ചാൽ മതി, അന്നേരം നമ്മുടെ പവേഴ്സ് ആക്ടിവേറ്റ് ആവും. ഈ പവേഴ്സ് പിന്നെ എങ്ങനെ ഓഫ് ആക്കണ്ടേന്ന് എനിക്കറിയില്ല. അതിൻ്റെ ചീറ്റ് കോഡ് എന്താന്ന് എനിക്കറിയില്ല. ഗെയിം റീസ്റ്റാർട്ട് ചെയ്താൽ മതിയാവും, അന്നേരം പവേഴ്സൊക്കെ ഡീആക്ടിവേറ്റ് ആവും. ഇനിയിപ്പോൾ തിരിച്ച് ഫ്രാങ്ക്ലിനായിട്ട് മാറണമെങ്കിൽ ഇതടിച്ചാൽ മതി, PM0. PM0 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ഫ്രാങ്ക്ലിനായിട്ട് മാറും. ഇനിയിപ്പോൾ ഈ ഗെയിമിലെ മിഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. 3 മിഷൻസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ മിഷൻ ഇതാ, കളക്ട് 100 കോയിൻസ് ഇൻ സിറ്റി. നമുക്ക് ആ മിഷൻ സെലക്ട് ചെയ്യാം. ഈ സിറ്റിയിലെ ഇഷ്ടം പോലെ കോയിൻസ് എടുക്കണ്ടാവും, അതെല്ലാം കളക്ട് ചെയ്യുക. 100 എണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഷൻ കംപ്ലീറ്റ് ആവും. ഈ മിഷൻ കംപ്ലീറ്റ് ആയ എന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് വല്ല റിവാർഡ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ടില്ലേ, ഈ സിറ്റിയിൽ പല സ്ഥലത്തും ഇങ്ങനെ കോയിൻസ് എടുക്കണ്ടാവും, അതൊക്കെ തപ്പി പിടിച്ച് കളക്ട് ചെയ്യുക. അതാണ് ഈ മിഷൻ. പിന്നെ വേറൊരു കാര്യം, ഈ മിഷൻസ് ചെയ്യണ സമയത്ത് നമുക്ക് മൊബൈൽ എടുക്കാൻ പറ്റില്ല കേട്ടാ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കി, ഈ മൊബൈൽ എടുക്കാൻ പറ്റണില്ല. നമുക്ക് വെപ്പൺസ് ഒക്കെ എടുക്കാം, വണ്ടികൾ അടിച്ചു മാറ്റാൻ പറ്റും, പക്ഷെ മൊബൈൽ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ടും കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുണ്ട. വണ്ടി നമുക്ക് സ്പോൺ ആക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് വെല്ലോരുടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റും. ഇതാണില്ലേ, വണ്ടിയിൽ ഇരുന്നിട്ടും എനിക്ക് കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ കോയിൻസ് ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെങ്കിൽ പറ്റില്ല, അന്നേരം നടന്നു പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ മിഷൻ ചെയ്യാം കേട്ടാ. ഇതിൽ പറയണത് കിൽ സോംബീസ് ആൻഡ് കളക്ട് 100 കോയിൻസ്. ശരി, നമുക്കത് സെലക്ട് ചെയ്യാം. ഈ മിഷൻ പിന്നെ ജുറാസിക് പാർക്കിലാണ് നടക്കണേ. നമ്മൾ നേരെ ജുറാസിക് പാർക്കിൽ സ്പോൺ ആവും. മുമ്പിൽ പിന്നെ ഇഷ്ടം പോലെ സോംബീസ് ഉണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ 3 വെപ്പൺസ് മാത്രമേ ഉള്ളൂ, പിസ്റ്റലും സ്നൈപ്പറും പിന്നെ സ്റ്റിക്കി ബോംബും. ഈ 3 വെപ്പൺസ് വെച്ചിട്ട് വേണം ഇവരെ കൊല്ലാനായിട്ട്. ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടുത്തെ സോംബീസ് വ്യത്യാസം ഉണ്ട് കേട്ടാ. മുന്നേ നമ്മുടെ ഗെയിമിലുണ്ടായിരുന്ന സോംബീസ് അല്ല, ഇത് വേറെയാ. ഞാൻ പിന്നെ അവരെ കൊന്നപ്പോഴേ കോയിൻസ് ഒക്കെ വീണു. നമുക്കിനി ആ കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യാം. ഇതേപോലത്തെ 100 എണ്ണം കളക്ട് ചെയ്യണം, അപ്പോൾ ഈ മിഷൻ കംപ്ലീറ്റ് ആവും. ഇത് കണ്ടില്ലേ, AK-47 അൺലോക്ക് ആയിട്ടാ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, നമ്മൾ മിഷൻസ് ചെയ്യുമ്പോൾ മൊബൈൽ എടുക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ എൻ്റെ മാത്രമാണാവോ ഈ പ്രശ്നമുള്ളത്? ചിലപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്കി ബോംബ് എറിഞ്ഞു. ഇതിപ്പോൾ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക? മൊബൈൽ ഉണ്ടെങ്കിലല്ലേ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇനിയിപ്പോ വെടിവെച്ചാ പൊട്ടിത്തെറിക്കോ? ഇല്ലില്ല. വെടിവെച്ചിട്ടും സ്റ്റിക്കി ബോംബിന് ഒന്നും സംഭവിക്കണില്ല. GTA 5 പൊട്ടിത്തെറിക്കുണ്ടാ, പക്ഷെ ഇതില് പറ്റില്ല. നമുക്ക് പിന്നെ AK-47 കിട്ടി. നമ്മള് കുറെ സോംബീസിനെ കൊല്ലുമ്പോഴേ പുതിയ പുതിയ വെപ്പൺസ് അൺലോക്ക് ആവും. ഇവിടെ മുമ്പിൽ ഇഷ്ടം പോലെ സോംബീസ് നിൽക്കുന്നുണ്ട്. ഇവരെ എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വെപ്പൺ കിട്ടും. മിക്കവാറും RPG ആവാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അതെ, നമ്മള് നൈസായിട്ട് ചത്തുണ്ട് കേട്ടാ. സോംബീസ് നമ്മളെ അറ്റാക്ക് ചെയ്തു. ഇപ്പം എനിക്ക് മനസ്സിലായി ഇവരെന്താ മൊബൈൽ വെക്കാത്തതെന്ന്. നമുക്ക് അൺലിമിറ്റഡ് ഹെൽത്ത് എടുക്കാൻ പറ്റില്ലേ, അതുകൊണ്ടാവും. ഇനിയിപ്പോൾ മൂന്നാമത്തെ മിഷൻ സെലക്ട് ചെയ്യാം. ഈ മിഷനും നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം തന്നെ. സോംബീസിന് പകരം ഡൈനോസറാന്നുള്ളൂ. മുമ്പിൽ പിന്നെ ഇഷ്ടം പോലെ ഡൈനോസർ ഉണ്ട്. ഇതൊക്കെ ചെറിയ ഡൈനോസറാ. ഇവരൊക്കെ നമുക്ക് തീർത്തളയാം. ഇവരെ കൊല്ലാനായിട്ട് പിസ്റ്റൽ തന്നെ ധാരാളം. അതെ, നമുക്ക് ഈ മിഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാണ്ട. 100 കോയിൻസ് നമുക്ക് കളക്ട് ചെയ്യാം. അന്നേരം എന്താ സംഭവിക്കാന്ന് എനിക്കൊന്ന് കാണണം. എനിക്ക് തോന്നണതേ 100 കോയിൻസ് കളക്ട് ചെയ്താൽ നമുക്ക് വല്ല റിവാർഡ് കിട്ടുന്ന. ആ റിവാർഡ് എന്താന്ന് നമുക്ക് നോക്കി നോക്കാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതണില്ലേ, ഇവിടെ അടുത്ത വെപ്പൺ അൺലോക്കായി. ഇത് AK-47 നമുക്കിനി ഇത് വെച്ചിട്ട് എല്ലാത്തിനും അലക്കാം. ചാവ് അങ്ങോട്ട്, ചാവ്. ഒരൊറ്റണത്തിനും വെറുതെ ഇല്ല. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആക്കിട്ടാ. നമുക്ക് കുറച്ചുകൂടി കോയിൻസ് കളക്ട് ചെയ്യാം. മിഷൻ കംപ്ലീറ്റ് ആയിപ്പോൾ ഇതേപോലെ കാണിച്ചു. ക്ലെയിം റിവാർഡ് എന്ന് പറയുന്നുണ്ട്. നമുക്കപ്പോൾ റിവാർഡ് കിട്ടുണ്ടാ. ആ റിവാർഡ് എന്താന്ന് നോക്കി നോക്കാം. റിവാർഡ് അവിടെ. ഞാൻ ക്ലെയിം അടിച്ചു, പക്ഷെ റിവാർഡ് വന്നില്ല. ഈ റിവാർഡ് എങ്ങനെ എടുക്കുക? മൊബൈലിൽ നിന്നാണോ? ഇതിൽ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണ്ടേ? ഇതിപ്പോ എന്താണ്ടായേ? റിവാർഡ് അടിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. സ്കാമായ. അതെങ്ങനെയാണോ ക്ലെയിം ചെയ്യുക? ഗൈസ്, അതെ, നിങ്ങളുടെ വല്ല റിവാർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്. ഞാൻ ക്ലെയിം അടിച്ചപ്പോൾ ഒന്നും വന്നില്ലേ, അതെന്താണാവോ? എന്തുട്ടായാലും ഈ അപ്ഡേറ്റ് നൈസ് ആയിട്ടാ. ഞാനിപ്പോൾ അവിടെ ആഷ് അടിച്ചു. അയൺമാൻ്റെ സ്യൂട്ടിലാണ് തന്നെ ആഷ് അടിച്ചു. അപ്പോഴും പവേഴ്സൊക്കെ വർക്കാവുണ്ട്. ഇതും എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. സ്റ്റാർ അമർത്തിയാൽ മതിയാ. സ്റ്റാർ അടിച്ചിട്ട് ഒന്നും സംഭവിക്കണില്ല. നമ്മൾ ആഷ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ആക്ടിവേറ്റ് ആവും, അല്ലാണ്ട് ഡീആക്ടിവേറ്റ് ആവില്ല. അതിൻ്റെ ചീറ്റ് കോഡ് എന്താണാവോ? എന്തെങ്കിലും ആട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതുമാത്രമല്ല, എൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും അതും കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.